പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കടച്ചയ്ക്ക ഇട്ട് പുളിശ്ശേരി വെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കടച്ചയ്ക്കയൊക്കെ നല്ലതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അത് വേഗത്തൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ജീരകമൊക്കെ ഇട്ടാണ് അരച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തൈര് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടച്ചയ്ക്ക നല്ലോണം വേകാറായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് വേകാറായിട്ടുണ്ട്. വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ അരപ്പ് അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഈ അരപ്പ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അരപ്പും എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിനകത്തോട്ട് നമ്മൾ ആ തൈര് അടിച്ച് വെച്ചിരിക്കുന്ന തൈര് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ച് വെച്ചിരിക്കുന്ന തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കല്ലേ. പിന്നെ ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കടച്ചയ്ക്ക ഇട്ട പുളിശ്ശേരി നമ്മൾ കല്യാണത്തിനൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.